മണ്ഡലം ഒഴിയും മുൻപ് വോട്ടർമാരോട് നന്ദി പറയാൻ രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലെത്തും. മലപ്പുറം ജില്ലയിലും കൽപ്പറ്റയിലുമായിരിക്കും രാഹുൽ വോട്ടർമാരെ കാണുക. രാഹുൽ പോയാൽ പകരമാര് എന്നതാണ് ഇനി ആകാംക്ഷ. സിറ്റിംഗ് മണ്ഡലമായ വയനാട് ഒഴിവാക്കി റായ്ബറേലി നിലനിർത്താനാണ് നിലവിലെ ധാരണ. വോട്ടർമാരെ കാണാൻ വരുമ്പോൾ രാഹുൽ എന്തു പറയുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ദീപക് മോഹൻ വയനാട്ടിൽ നിന്ന് ചേരുന്നു. ദീപക്, എവിടെയൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ നാളത്തെ പരിപാടികൾ? എന്തായിരിക്കും രാഹുൽ വോട്ടർമാരോട് പറയുക എന്നതാണ് ആകാംക്ഷ. കാരണം 2 തവണയും വലിയ ഭൂരിപക്ഷത്തിൽ, റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുലിനെ വയനാട്ടുകാർ നെഞ്ചേറ്റിയതും വിജയിപ്പിച്ചതും. അപ്പോൾ അവരോട് ഈ മണ്ഡലം ഒഴിയുന്നു എന്ന് എങ്ങനെയായിരിക്കും രാഹുൽ പറയുക? വിനീത വേണു, തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ, അതായത് രാഹുൽ ഗാന്ധി സിറ്റിംഗ് മണ്ഡലത്തിൽ വീണ്ടും വയനാട്ടിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സാഗൂതം വീക്ഷിക്കുന്നുവെന്ന് രാഹുൽ മണ്ഡലത്തിലെ ജനങ്ങളോട് എന്തായിരിക്കും പറയുക എന്നതാണ്. നാളെ രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുന്ന രാഹുൽ ഗാന്ധി രാവിലെ എടവണ്ണയിലാണ് രാഹുൽ ഗാന്ധിയുടെ ആദ്യ പരിപാടി. മലപ്പുറം, അതായത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ എടവണ്ണയിൽ രാവിലെ 10:30 പൊതുസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ പരിപാടി കൽപ്പറ്റയിലാണ്. കൽപ്പറ്റയിൽ പുതിയ ബസ് സ്റ്റാൻഡിലാണ് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പരിപാടി പൊതുസമ്മേളനം ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെത്തുന്നു. ഒപ്പം സിറ്റിംഗ് മണ്ഡലമായ വയനാട്ടിലെ ജനങ്ങളോട് എന്തായിരിക്കും അദ്ദേഹം പറയുക എന്നതും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. നേരത്തെ റായ്ബറേലിയിൽ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്നു. വയനാട്ടിൽ മുൻപ്, അതായത് ഇതിന് മുൻപുണ്ടായിരുന്ന ഇലക്ഷന് വലിയ ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും ഇത്തവണ അതിൽ ഒരു 70,000 വോട്ടിന്റെ കുറവ് വന്നെങ്കിലും രാഹുൽ ഗാന്ധി മിന്നും ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കയറിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും അദ്ദേഹം പറയുക? പകരം ആരായിരിക്കും രാഹുലിന് പകരക്കാരനാകുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. നേരത്തെ നമ്മൾ കോൺഗ്രസിലെ ഉന്നത നേതാക്കളുമായി ബന്ധപ്പെട്ട സമയത്ത് ഇത്തരത്തിൽ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിക്കും സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. നാളെ എന്തായാലും രാഹുൽ ഗാന്ധിയോടൊപ്പം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഒപ്പം സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ, KPCC അംഗങ്ങൾ തുടങ്ങിയ ആളുകളെല്ലാവരും നാളെ വയനാട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഒരു വികാരനിർഭരമായ ഒരു പ്രസംഗം തന്നെയായിരിക്കും മണ്ഡലത്തിലെ ജനങ്ങളോട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പകരം ആരായിരിക്കും രാഹുലിന് പകരം ഇത്തവണ ഇനി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുകൂടി അറിയേണ്ടതുണ്ട് വിനീത.